വെൽക്കം. നമ്മളൊരു ക്യാബിൻ ക്രൂ ലേവറിലാണ് ഗൈസ്. ഇപ്പം അടുത്തത് തീറ്റ 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 ആൾക്കാരായിരിക്കും. തീറ്റ ആണെന്ന് ഞാൻ വ്യക്തിയെ കാണിച്ചു തരാം. നെയ്ബർഹുഡ് അതൊന്നും പറയണ്ട. ഓക്കെ, വന്നപ്പോ തൊട്ട് നല്ല ഐശ്വര്യമാണ്. വന്നപ്പോ എന്റെ സൂട്ട്കേസ് തുറക്കണില്ല. എനിക്ക് ഫുഡ് പ്ലേസിന്റെ ഒരു അലീന ഉറങ്ങാറില്ല. അലീനയുടെ വേറെ ഏതോ ബയോളജിക്കൽ ക്ലോക്കിലാണ് അലീന ജീവിക്കണത്. ഇപ്പൊ കണ്ണോട് കണ്ണായിട്ടാണ് കേൾക്കണത്. വെൽക്കം. നമ്മളൊരു ക്യാബിൻ ക്രൂ ലേവറിലാണ് ഗൈസ്. നമുക്ക് ഇന്ന് എൻ്റെ കൂടെ ആരാണെന്ന് ഞാൻ വ്യക്തിയെ കാണിച്ചു തരാം. നമുക്കെങ്ങനെ ഒരുമിച്ചൊരു ഫ്ലൈറ്റ് കിട്ടിയേക്കാം ഗൈസ്. എവിടെയെന്ന് വെച്ചാൽ ജർമ്മനിയിലെ മ്യൂണിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സത്യം പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഇതൊരു സ്പെഷ്യൽ ഫ്ലൈറ്റ് പോലത്തെ ഒരു സംഭവമാണ്. എന്തോ ഒരു ഫങ്ഷൻ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊന്നല്ല അതൊന്നും കൊണ്ടല്ല. ഇതൊരു നോർമൽ നമുക്ക് ഡിപ്പാർച്ചർ ടൈമിലുള്ള ഫ്ലൈറ്റ് അല്ല, വേറൊരു പെട്ടെന്ന് എപ്പോഴുള്ള പോലത്തെ ഫ്ലൈറ്റല്ല, വേറെ എന്തൊക്കെ പറയാനുണ്ട്. എനിക്ക് സ്റ്റാൻഡ് ബൈ ആയിരുന്നു എന്നെ. ഇതൊരു പുതിയ ഫ്ലൈറ്റ് ആയിരുന്നതുകൊണ്ട് അവർക്കും സ്റ്റാൻഡ് ബൈയിൽ എന്തോ ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഈ ഒരു ഫ്ലൈറ്റ് വന്നപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മത്സരം കൂടി ഇട്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഫ്ലൈറ്റ് കിട്ടണത്. കാര്യമൊക്കെ കണ്ട. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. നോക്കൂ, കോയിൻസിഡൻസ്ലി നമുക്കങ്ങനെ ഒരുമിച്ച് ഫ്ലൈറ്റ് കിട്ടും. ബിഡ് ചെയ്തപ്പോൾ ചിലപ്പോൾ കിട്ടൂല, അല്ലാണ്ടൊക്കെയാണ് കിട്ടണത്. അപ്പോൾ വന്നപ്പോൾ തൊട്ട് നല്ല ഐശ്വര്യമാണ്. നമ്മൾ എപ്പോഴും നിൽക്കണ ഹോട്ടലല്ല, വേറെ ഏതോ ഹോട്ടലിലോട്ട് മാറ്റി. പിന്നെ എൻ്റെ സൂട്ട് കേസ് ലോക്കായിപ്പോയി. എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്ക് ലഗേജ് വരുന്ന സ്ഥലം അല്ലാണ്ട് നമ്മൾ വേറെ ഏതോ എക്സിറ്റ് അടിച്ചു. എന്നിട്ട് നമ്മുടെ ലഗേജ് വരാൻ വൈകിട്ട് ഏതോ ഓഫീസർമാരൊക്കെ, പിന്നെ ലഗേജ് മാത്രമായിട്ട് പിന്നീട് ആഡംബരമായിട്ട് പിന്നെ അപ്പോഴൊക്കെയാണ് വന്നത്. അത് പിന്നെ വന്നപ്പോൾ എൻ്റെ സൂട്ട്കേസ് തുറക്കണില്ല. എന്നിട്ട് ഇവിടുത്തെ ഏതോ ചേട്ടന്മാർ റിസപ്ഷനിൽ പോയി, അലീനന് റിസപ്ഷനിൽ പോയി ഏതോ ടെക്നീഷ്യനൊക്കെ വന്ന് ചേട്ടന്മാരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ട് സൂട്ട്കേസ് തുറക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അഡ്വാൻസ് അങ്ങനെ വലുതും പറയാം എപ്പോഴും. അതിൻ്റെ എന്തായാലും തുറക്കാണ്ടിരിക്കാൻ പറ്റൂല, തല്ലിപ്പൊളിച്ചാൽ തുറക്കുമെന്നറിയാം. അങ്ങനെയൊന്നും ഇല്ല, എന്തായാലും തുറക്കും. തല്ലിപ്പൊളിച്ചാണെങ്കിൽ തുറക്കുമെന്നറിയാം. അതുകൊണ്ടാണ് വെറുതെ പറയണത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് പോലും ഞാൻ കഴിക്കാനുള്ള ഇത് കിട്ടിയില്ല. പോരാത്തിന് നല്ല വിശപ്പ്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വിശപ്പാണ് മെയിൻ. അപ്പം നമുക്ക് നമ്മളുടെ ഉറങ്ങാനാണ്, പക്ഷേ വിശപ്പ് കാരണം ഉറങ്ങാനും പറ്റണില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇത്രയും ഒരു എന്താ പറയുക ടഫ് സിറ്റുവേഷൻസിൽ കടന്നു വന്ന് നമ്മളിത് ഫുഡ് കഴിക്കണം. എൻ്റെ മോൻ എന്താ പറയുക ഇത്രയും കാരണമാണെന്ന് എന്തോ വലിയ ഇതൊന്നുമല്ല, എന്നാലും നമ്മളതിനെ നേരിടണം. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, നമ്മുടെ ഫുഡ് വരാറായിട്ടുണ്ട്. എന്താ കഴിച്ച് കാണിച്ചാൽ നമുക്ക് ചെയ്തു. നമുക്ക് പ്ലാനായിട്ടില്ല, ഇന്ന സ്ഥലമൊന്നും അങ്ങനെയൊന്നുമില്ല. ബട്ട് എന്നാലും പുറത്തു പോകണം നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം കിടന്ന് ഉറങ്ങും. അലീന ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെങ്കിലും ഉറങ്ങി. രാത്രി ഉറങ്ങിയിട്ട് ഫ്ലൈറ്റിന് വരാറ്. അലീന ഉറങ്ങാറില്ല. അലീനയുടെ വേറെ ഏതോ ബയോളജിക്കൽ ക്ലോക്കിലാണ് അലീന ജീവിക്കണത്. അലീന കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് അലീന അങ്ങനെ സയന്റിഫിക് തിയറി ഒക്കെ വെച്ചാണ് അലീനയുടെ ഒരു ഉറക്കം. അത് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പഠിക്കാൻ പറ്റൂല. അങ്ങനത്തെ തിയറിയൊക്കെയാണ് അങ്ങനെയൊക്കെ വെച്ച് ഉറങ്ങണത്. ഫ്ലൈറ്റ് ഇപ്പം രാത്രിയാണെന്നാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ ഉറങ്ങാനുള്ള ശ്രമം തുടങ്ങും. ഉറക്കം വരുമ്പോൾ എന്നിട്ട് ഉറങ്ങൂല. എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരുമ്പോൾ ഉറങ്ങാട്ട് ആ സമയം ആവണമില്ലാന്ന് വിചാരിച്ച് രാവിലെ തൊട്ട് ഉറങ്ങാൻ നോക്കട്ടെ. ഉറക്കം വരുമ്പോൾ ഉറങ്ങാണ്ട് മൂങ്ങനെ പൊലിക്കും. അങ്ങനെ എന്തൊക്കെയാണ് അലീനയുടെ ഒരു ജീവിതം. അപ്പോൾ അലീന ഉറങ്ങിയിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് ആയിരുന്നു ഉറങ്ങാനുള്ള ശ്രമം നടത്തും. എന്നിട്ട് വൈകുന്നേരം നമ്മൾ എവിടെയെങ്കിലും ചെറിയൊരു പവർ നാപ്പ്
അല്ലെങ്കിൽ അല്ലിനൊക്കെ ശരിക്കുള്ള ലാപ്പാണായിരിക്കും അത്. ഇറങ്ങിയിട്ട് വൈകുന്നേരം എവിടെയെങ്കിലൊക്കെ അടുത്ത് ഇവിടെ ഒരു കടയാണ്, DM എന്നാണ് പറയണല്ലോ, DM. അവിടെ പോയി പിന്നെ ഒരു കഫേ എന്തെങ്കിലുമൊക്കെ പോയിട്ട് നാളെ കാര്യമായി എവിടെയെങ്കിലും പോകണമെന്നൊക്കെയാണ് ഉള്ളത്. ദൈവം സഹായിച്ചൊക്കെ നടക്കട്ടെ എന്നാണ്. ഒരുമിച്ച് പ്ലേ ചെയ്താലും ഒന്നും നടക്കാറില്ല. നമ്മളിവിടെ പുറത്തു പോയിട്ടുള്ള ചൈനയിൽ പോയില്ലേ? ചൈനയിൽ എന്തോ ഹോട്ടൽ തൊട്ടപ്പുറത്ത് ചൈനീസ് റെസ്റ്റോറൻറ്റ് നടന്നല്ലാതെങ്കിലും. കൊച്ചി ഓർമ്മയുണ്ടോ? കൊച്ചി നമ്മൾ പുറത്തു പോയി. എവിടെ നമ്മൾ പോയി? കൊച്ചി ഹെയർ കട്ട് അതിനൊക്കെ പോയി. പിന്നെ നമ്മൾ സിഡ്നി ചെയ്ത് രണ്ടുപേരും ഉറങ്ങി. സിഡ്നിയിൽ അത് ഞാൻ ഉറച്ചായിരുന്നു എന്തായാലും പോകുന്നത്. കാരണം പോകണമെങ്കിൽ രാത്രി പോകാൻ പറ്റുള്ളൂ. സിഡ്നിയിൽ പറ്റില്ല. അല്ല, രാവിലെ പോലും എന്തായാലും നടക്കാറില്ല. കാരണം ടൈം സോണൊക്കെ വ്യത്യാസം കൊണ്ട് എൻ്റെ ഉറക്കം രാവിലെ നടക്കാറുള്ളു. രാത്രി ഫുള്ള് എണീറ്റേക്കും രാവിലെ ഉറങ്ങും, പിക്കപ്പിനും എണീക്കും. അതാണ് സിഡ്നിയിൽ എൻ്റെ ഇത്ര നടത്തുള്ള 3 വർഷമായി സിഡ്നി. ഇതുവരെ എനിക്ക് പുറത്താകാൻ പറ്റിയിട്ടില്ല. അതും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇരിക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. ഇനിയിപ്പോൾ കഴിച്ചെന്തൊക്കെയാന്ന് തൊട്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളെയും കാണിക്കുന്നത്. ഇപ്പോൾ എന്തിനാണ് ഇവിടെ പറയണമെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കട്ടെ. അപ്പോൾ ഓക്കെ, ഫുഡൊക്കെ വന്നിട്ട് കാണാം. ഹായ് ഗായ്സ്. നമ്മളങ്ങനെ ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി ഒരു കഫേ പോകാൻ പോവാണ്. സലീന കഫേ ഒക്കെ കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ എണ്ണമൊക്കെ കൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്, ക്യൂട്ട്. നമ്മളങ്ങനെ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി വന്നേക്കാണ്. നമുക്ക് സൺകിസ്റ്റ് കിട്ടാൻ വേണ്ടി തന്നെ ഞങ്ങൾ മലപ്പുറം വന്നിരിക്കുകയാണ്. ബ്രൗൺ ഗേൾ ഇൻ അവർ ബ്രൗൺ ഗേൾ ഇറ. എന്താന്ന് വെച്ചാൽ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു റെസ്റ്റോറൻറ്റ് വന്നേക്കണേണ്. പിന്നെന്താ ഇപ്പം സമയം എത്രയാണെന്ന് കേസാൻ പറ്റും. ഇപ്പം നമുക്കിവിടെ രാത്രി 8:30 മണിയായി ഗൈസ്. യെസ്, ഇപ്പോൾ രാത്രി 8:30 ആകാൻ പോകുന്നു. ലെറ്റ്സ് ഗോ ടു റെസ്റ്റോറൻറ്റ്. വിശപ്പുണ്ട് നല്ല. See, look at this beauty guys. Yes. നമ്മൾ സ്റ്റേക്ക് കഴിച്ചു. സ്റ്റേക്ക് വാസ് വാവ്. വിശന്നുകൊണ്ടാണോ പറഞ്ഞൂടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വയറിറങ്ങിട്ടില്ല ഗൈസ്. ഇപ്പോൾ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം വിചാരിച്ചത്. പക്ഷെ ഒന്നും ഈ അടുത്ത ഫുഡ് ഹണ്ടിങ്ങിന് വേണ്ടി നടക്കാൻ മറ്റേത് ആ ഷോപ്പ് പോണ കാര്യം എന്തായാലും നടക്കാൻ തോന്നുന്നില്ല. ഞങ്ങൾ പറ പക്ഷെ നമ്മൾ വന്ന സ്ഥലം 11/10, മേ ബി മോർ ദാൻ ദാറ്റ്. ഇതൊരു പാഷ്യോ എന്നാണ്, പാറ്റിയോ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ്. ഒരു ബാക്ക് യാർഡ് പോലെ ഒരു കുറേ നെയ്ബർഹുഡിൽ ബാക്ക് യാർഡിൽ കുറേ ഡേറ്റ് നൈറ്റിനൊക്കെ വരാൻ അടിപൊളി. അമേസിങ്. ഇനിയിപ്പോൾ അടുത്തത് തീറ്റ ആൾക്കാരായിരിക്കും. പ്ലേസ് ഫുഡ് പ്ലേസോടെ ഒരു ഞാനിട്ട് പ്ലേസോട് ചോദിച്ചു, ശരിക്കും നല്ല വിശക്കുന്നുണ്ടല്ലേ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായി ഗൈസ്. വന്നപ്പോൾ തീറ്റയാണ്. ആദ്യം അവിടുത്തെ തീറ്റ, പിന്നെ ഇവിടെ തീറ്റ. എനിക്ക് പോകണം, മറ്റേത് മേടിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു. എന്നോട് എടി വിശക്കുന്ന വിശന്ന് ഗൈസ് എനിക്ക് നന്നായിട്ട്. എന്ത് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ
വേറെ എന്തെങ്കിലും ഒരു കഫ ഇവിടെ ഇപ്പോൾ 9 മണിയായി 9 മണിയായിട്ടൊക്കെ 6:30 പവർ ആവുന്നേ ഉള്ളൂ ഇവിടെ 10 മണി ആവാറായി. അപ്പോൾ ഇനി വേറൊരു കഫ ഉണ്ടാകാൻ നോക്കണം, കഴിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല അടിപൊളി കഫേ മീൻസ് ഒരു ഗോസ്റ്റ് ഹൗസ് വൈബ്. സി എല്ലാം അടിച്ചിട്ടില്ല. ഐശ്വര്യ കുറച്ച് മ്യൂണിക് ഈവനിങ്. നീ എന്താണ് വണ്ടി അരിച്ചാവാൻ പോണോലെ സോറി വഴിന്ന് മറിക്കേ ഗായ്സ്. പിന്നെ ഉണ്ടല്ലോ ഇത് തള്ളല്ല, ഞങ്ങൾ റെഡി ആയിട്ട് നമ്മൾ ലോബിയിൽ ഇരുന്നപ്പോൾ ജർമ്മനിയിലെ ആൾക്കാർ നമ്മളോടൊന്ന് പറയാ യു ഗൈസ് ആർ സോ ബ്യൂട്ടിഫുൾ. നമ്മുടെ മൈൻഡ് ആക്കിയില്ല, അവർ ഇങ്ങോട്ട് മൈൻഡ് ആക്കിയില്ല. പക്ഷെ നമ്മൾ അവരിങ്ങോട്ട് വന്ന് പറഞ്ഞു അവരുടെ അടുത്ത് ആലോചിച്ചോക്ക് നമ്മുടെ ഒരു പവർ. അത്രേ ഉള്ളൂ. അതൊന്ന് പറയണമെന്ന് തോന്നി പെട്ടെന്നൊന്ന് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഒന്ന് ഇരിക്കട്ടെ ഒരു ബോണസായിട്ട് ഈ വീഡിയോക്ക്. ചക്കലോട്ട് പോയിക്കോളും. ഇന്റർനാഷണൽ ജെസ്സി എന്നോട് എപ്പോഴും പറയും ഞാൻ ഭയങ്കര ഇന്റർനാഷണൽ ബ്യൂട്ടിയാണ്. ഇത്രേ ഉള്ളൂ. നടക്കണുണ്ടാ തോന്നുന്നുണ്ടോ നമ്മുടെ അവിടെ നിന്ന് എന്താ പറയണോ പക്ഷെ അറിഞ്ഞൂടാ. നമുക്ക് നമ്മൾ വണ്ടി വന്ന ഒരു മേഖല നോക്കിയിട്ട്. പക്ഷെ നമ്മളെങ്ങും ലെഫ്റ്റും റൈറ്റും ടേണൊന്നും എടുത്തിട്ടില്ല. സ്ട്രെയിറ്റ് ആയിരുന്നു. സ്ട്രെയിറ്റ് ആയിരിക്കാം. സ്ട്രെയിറ്റ് വി ആർ ഗോയിങ് സ്ട്രെയിറ്റ് ഗൈസ്. അവിടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഫുഡ് ഉണ്ടോ നോക്കാം. Oh yeah, we found a Lazy at this moment, what song you want to sing? What's the song you are having in your mind? ഞാനിപ്പോൾ കണ്ണോട് കണ്ണായിടാണ് കേൾക്കുന്നത്. കണ്ണോട് കണ്ണായിടാ. അങ്ങനെ നീണ്ട ഒരു പര്യായത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഹോട്ടലിൽ തിരിച്ചിട്ടിരിക്കുകയാണ്. ഹോട്ടൽ കാണണ്ടെന്നാണ് നമ്മളങ്ങനെ ഹോട്ടലെത്തി ഗൈസ്. നല്ല കോളാണ് ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളൊക്കെ എവിടെ പോയാലും നമ്മൾ കറങ്ങിട്ട് നല്ല സ്ഥലത്ത് തന്നെ വരും. കാണില്ല ഇട്ടായി. ഫുഡ് നമ്പർ 2 സാൽമൺ ഗ്രില്ലാണ് പറഞ്ഞേക്കണത്. ഗൈസ് അപ്പോൾ ഫുഡ് നമ്പർ 3, 4 എന്തോ ആണെന്ന്. നമ്മൾ സാൽമൺ ആണ് കഴിക്കുന്നത്. രാവിലെ അല്ലേ സാൽമൺ ഗ്രില്ലാണ് പറഞ്ഞത്. എൻ്റെ മോനെ രക്ഷയില്ല. അത് ഇത് ചീസ് പൊളിച്ചാണ്. ഞാൻ എൻ്റെ വീഡിയോ പ്രാവശ്യം ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കാണിച്ചു തരാം ഒന്നും കൂടെ. ചീസായി കുഴപ്പമില്ല. എന്താ ടേസ്റ്റ്. സാൽമൺ ഗ്രില്ല് ഞാൻ അതേ മേഡത്തിലാവും. സ്പെഷ്യലായി ഇതിനെ കണ്ടാ സ്പെഷ്യലി എനിക്ക് വേണ്ടി മേഡത്തിലാവും. ഹാപ്പി. ഗൈസ് വെൽക്കം ടു ഡേ 2. സോ ഇന്ന് നമ്മളൊരു പ്രോപ്പർ സമ്മർ ഗേൾ വൈബ്സാണ്. എങ്ങനെയുണ്ട്? എല്ലാം ഷീനാണ്. ഷീൻ പെണ്ണാണ് ഞാൻ ഇന്ന്. അയ്യോ അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യൽ വിശന്നു. ഞാൻ രാവിലെ എണീറ്റ് ഗൈസ്. ഇവള് വൈകിയാണ് എണീറ്റത്. എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നലത്തെ സാൽമൺ അതങ്ങോട്ട് ബോധിച്ചുകൊണ്ടാണ് സാൽമൺ തന്നെ ഇന്നും കഴിക്കാമെന്ന് വിചാരിച്ചു. സാൽമൺ കഴിച്ച് ഇന്നെങ്കിലും DM എന്ന് പറഞ്ഞ ഷോപ്പിൽ പോകണം എന്നാണ്. അപ്പോൾ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകണം. ഇതൊക്കെ ബേബി ഗേൾ. കഴിച്ചിട്ട് കാണാൻ കഴിച്ചു. ഭയങ്കര ബഹളം അതുകൊണ്ട് കഴിക്കണത് എടുത്താലും കേൾക്കാൻ പറ്റുന്നില്ല. കഴിച്ചിട്ട് കാണാം. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ DM അവിടെ പോവാണ്. അതൊരു ഷോപ്പാണ് കേട്ടോ. നമ്മളവിടെ പോകാനാണ്. ഇനി പോയിട്ട് ഒന്ന് സാധനം മേടിക്കാൻ തിരിച്ചു തരാം. ഭയങ്കര
ഒന്ന് തരാം. എൻ്റെ കയ്യിലുണ്ട്. Let's go guys. കാടും മുള്ളൊക്കെ കയറിയാണ് ഒരു ഫോട്ടോ എടുക്കാൻ വന്നത്. നമ്മളങ്ങനെ ഡി എത്തിയേക്കാണ്. ജർമ്മനിയിൽ നല്ല സ്കിൻ കെയർ ആണോ? അല്ല, സ്കിൻ കെയർ അല്ല, നല്ല വൈറ്റമിൻസും സംഭവങ്ങളൊക്കെ, സപ്ലിമെൻറ്റ്സില്ലേ, നല്ല ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടാൻ നല്ലൊരു സ്ഥലമാണെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും ക്രൂ പൊതുവെ ഇവിടെ നിന്നാണ് മേടിക്കാറ്. ഞങ്ങൾ നോക്കാമെന്ന് വിചാരിച്ച് വൈനോട്ട് ഞാൻ വിചാരിച്ച് ആരാണ് ഓപ്പോസിറ്റ് മേടിച്ച്. ടെംപ്റ്റിംഗ് ആണ് ഈ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കും. സോ അവിടെ നമുക്ക് മാറി നിൽക്കാം. ഊബർ എവിടെ അലീന? അങ്ങനെ 1 മണിക്കൂറത്തെ ഊബറാരനെ നോക്കി നിന്ന് വിചാരിച്ചപ്പെട്ട് തോന്നൂടാ. പക്ഷെ ഊബറാരൻ വന്നു. ഇതാണോ ഇത് അങ്ങനെ വന്നു ഗൈസ്. ഞാൻ ഇപ്പോൾ ഒരിടത്തും പോകണില്ല എന്ന് തോന്നുന്നു. മിക്സിൻ്റെ ആണ്ടാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റിൽ റെൻറ്റിങ് എടുക്കാൻ നോക്കാം. നമ്മൾ ബാക്ക് ടു ഹോട്ടൽ. അങ്ങനെ തലവേദന. ടീമിന്നൊരു 1.5 മണിക്കൂർ എന്തോ എടുത്ത് നമുക്ക് ഊബർ കിട്ടാൻ. കുറച്ചും കൂടെ പ്ലാനൊക്കെ ഉണ്ട്. 1.5 മണിക്കൂർ എന്തായി? 30 മിനിറ്റ്സ് അല്ല, സ്വപ്നത്തിലായി കിട്ടും. എടുത്തു ഗൈസ്. വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം കുറവാണ്. ടൈം ഉണ്ട് പക്ഷെ നമുക്കൊന്നും ടയേർഡായതല്ലേ. അപ്പോൾ ഐ തിങ്ക് വ്ലോഗ് ഇതോടെ അവസാനിക്കുകയാണെന്ന്. കാരണം അറിഞ്ഞില്ല കാണിക്കാൻ. ഇനി നമ്മൾ ചെല്ലുന്നു, മാറി ഫ്രഷായി ചിലപ്പോൾ രാത്രി ഡിന്നർ കഴിക്കാൻ വരെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ വന്നാൽ സർപ്രൈസ് ആയിട്ടൊരു ഫുഡും കൂടി കഴിക്കണ കാണാം. ചെയ്യും എന്തെങ്കിലും കഴിച്ചേക്കും. സാധനം കഴിക്കില്ല, വേറെ എന്തെങ്കിലും കഴിക്കണത് അങ്ങനെ കഴിക്കും. അങ്ങനത്തെ അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോകും. കുറച്ച് ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ, പക്ഷേ കുറച്ച് ദിവസം കിട്ടിയിട്ടായിരിക്കാനും വേറെ എവിടെയെങ്കിലും തിരിച്ചാൽ മറ്റേ പഴയ ഹോട്ടലിലാണെങ്കിൽ നല്ലതാണ്. ഇവിടെ ഒരു കുറച്ചക്കറോ ഇല്ല, ഏതൊരു ഉൾക്കാടുകളിൽ വനങ്ങളിൽ പെട്ട പോലത്തെ ഒരവസ്ഥ. അപ്പോൾ നമ്മൾ നാളെ രാവിലെ പോകും, വൈകുന്നേരം എത്തും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീണ്ടും നല്ല വ്ളോഗായിട്ട് കാണാം. ബൈ. ബൈ പറ.